പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരു നിമിഷം അമ്മയുടെ സാന്നിധ്യം ഒന്ന് ഓർമ്മിക്കാം. ഒന്ന് കണ്ണുകളടച്ച് എല്ലാവരും നിങ്ങളുടെ അരികിലിരിക്കുന്ന അമ്മയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുക. ഒന്ന് കണ്ണടച്ചാൽ നമ്മുടെ തൊട്ടരികിൽ അമ്മ ഇരിക്കുന്ന അനുഭവം ഈശോ നമുക്ക് തരും. അമ്മ എപ്പോഴും നമ്മുടെ അരികിലുണ്ട്. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയായി. ഓരോ ജപമാല ചൊല്ലുമ്പോഴും നമ്മൾ അമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നുവെന്ന്, പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നുവെന്ന് സഭ ഓർമ്മിപ്പിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഓരോ ജപമാല നമ്മൾ കരങ്ങളിലെടുക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നു, ഓടി വരുന്നു എന്നുള്ള ആ വലിയ ബോധ്യത്തോടെ നമുക്ക് പാടാം. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയായി. ജപമാല എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ശരിക്കും ജപമാലയുടെ വലിയൊരു ലക്ഷ്യം തന്നെ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ജപമാലയിൽ നമ്മൾ കാണുന്നതാണല്ലോ കുറേ മുത്തുകൾ, ഒരു 53 മുത്തുകൾ. ആ മുത്തുകളെ ഇങ്ങനെ കോർത്തിണക്കിയ ഒരു ചരട്, ആ ചരടിൽ 53 മുത്തുകൾ ഇങ്ങനെ കോർത്തിട്ടിരിക്കുന്നു. അതൊരു കൂട്ടായ്മ രൂപപ്പെടുത്തിയപ്പോൾ അതൊരു കൊന്തയായി മാറി. ഒരു 53 മുത്തുകൾ ഇങ്ങനെ ചെതറിക്കിടന്ന് അതൊരിക്കലും ഒരു കൊന്തയാകില്ല, ഒരു ജപമാലയാവില്ല. പക്ഷെ ആ 53 മുത്തുകളെ കോർത്തിണക്കി ഒരു ചരടിലേക്ക് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളതിനെ വിളിക്കും, അതൊരു ജപമാല എന്ന് വിളിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ജപമാല ഇല്ല, അതിൻ്റെ ഒരു മുത്ത് ചോർന്നു പോയാൽ ജപമാലയില്ല. അപ്പോൾ ജപമാല അതിനാൽ തന്നെ കൂട്ടായ്മയാണ് സൂചിപ്പിക്കുക. ഒരു കൂട്ടായ്മയാണ് ജപമാല, ഒരു കൂട്ടായ്മയുടെ അർത്ഥമാണ്. അതുകൊണ്ട് തന്നെയാണ് ജപമാല എവിടെ ചൊല്ലുന്നോ അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നുണ്ട്. നമ്മൾ ഭവനത്തിൽ, അതുകൊണ്ടാണ് ഭവനത്തെ ഒന്നിച്ച് ചേർക്കാൻ, അപ്പനെയും അമ്മയും മക്കളെയും എല്ലാവരെയും ഒന്ന് കോർത്തിണക്കാൻ കുടുംബങ്ങൾക്ക് സഭ നൽകിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് ജപമാല ചൊല്ലുക. ഒരു വീട്ടിലൊരു ജപമാല ചൊല്ലുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിക്കുകയാണ്, എല്ലാവരും ഒന്നിക്കുകയാണ്. അപ്പോൾ എവിടെയെല്ലാം ജപമാല പ്രാർത്ഥന നടക്കുന്നുണ്ടോ അവിടെ അദൃശ്യമായിട്ട് രൂപപ്പെടുന്ന ഒന്നാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ജപമാല എന്നാൽ അതിൻ്റെ മറ്റൊരു അർത്ഥം കൂട്ടായ്മ എന്നുകൂടിയാണ്. കരമുയർത്തി പറയാം, ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഇവിടെ അങ്ങനെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുന്ന, ഒരു കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് ജപമാല എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ലക്ഷ്യം, സഭയിലെ പരിശുദ്ധ അമ്മയുടെ ഒരു ദൗത്യം ഇത് തന്നെയായിരുന്നു, കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ സഭയെ പരിശുദ്ധ അമ്മ രൂപപ്പെടുത്തിയ കൂട്ടായ്മയാണ്, പരിശുദ്ധ അമ്മ ചേർത്തിണക്കിയ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ധ്യാനിക്കുന്നുണ്ട്. ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം ശിഷ്യന്മാർ 12 പേരും ചിതറിപ്പോയി. അവരോരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോയി. 3 വർഷം മുമ്പ് അവർ ഉപേക്ഷിച്ച് കളഞ്ഞ ആ വഞ്ചിയും ആ വലയും ഒക്കെ തേടി അവർ പോവുകയാണ്. അങ്ങനെ ഈ ശിഷ്യന്മാരെല്ലാവരും ചിതറിപ്പോയൊരു ഘട്ടം. ഈശോയുടെ കുരിശു മരണത്തോടെ ആ ചിതറിപ്പോയ ആ കൂട്ടായ്മയെ അമ്മ എന്ത് ചെയ്തു? പരിശുദ്ധ അമ്മ ഈ കൂട്ടായ്മയിലുള്ള ശിഷ്യന്മാരെ എല്ലാം പോയി കണ്ട് അവരെ തേടിപ്പിടിച്ച് അവരെ കൊണ്ടുവന്ന് ഒരു കൂട്ടായ്മയിൽ ഇരുത്തി. ഒരു പ്രാർത്ഥനാ മുറിയിൽ ഈശോ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്ത ആ അന്ത്യത്താഴ വേള നടന്ന സെഹിയോൻ മാളികയിൽ ഈ 12 അപ്പസ്തോലന്മാരെയും പരിശുദ്ധ അമ്മ കൊണ്ടുവന്ന് ചേർത്തിരുത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചേർത്തിരുത്തി ആ കൂട്ടായ്മയിൽ അവിടെ അവർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൂട്ടായ്മയുണ്ടായി. ആ കൂട്ടായ്മയാണ് നമ്മളിന്ന് ആയിരിക്കുന്ന തിരുസഭ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തിരുസഭയാകുന്ന കൂട്ടായ്മയെ ചേർത്തിണക്കിയത്, കോർത്തിണക്കിയത്, ചിതറിപ്പോയ അപ്പസ്തോലന്മാരെ കോർത്തിണക്കിയത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ ദൗത്യം ഈ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നു എന്നതാണ്. സഭ രൂപപ്പെടുത്തുന്നു, സഭയിൽ കൂട്ടായ്മ വളർത്തുന്നു. അതിനെന്നും പരിശുദ്ധ അമ്മ തൽപരയായി ഓടി നടക്കുന്നത് നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ പരിശുദ്ധ അമ്മ ഈ കൂട്ടായ്മകളെ വളർത്തുന്ന ഒരമ്മയാണ്.
ആ കൂട്ടായ്മയെ വളർത്താൻ അമ്മ എന്ന് മുൻകൈ നിൽക്കുക. അതിനുള്ള അമ്മ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ജപമാല എന്ന് പറയുന്നത്. നിങ്ങൾ ജപമാലയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജപമാല ആരംഭിക്കുന്നത് വിശുദ്ധ കുരിശിലാണ്. വിശുദ്ധ കുരിശിൽ ഒരു നൂല് കെട്ടി ആ കുരിശിൽ നിന്നാണ് ജപമാല ആരംഭിക്കുന്നത്. സഭ പറയും ഈശോയിൽ ആരംഭിച്ച് കുരിശിൽ ആരംഭിച്ച് അത് വീണ്ടും കറങ്ങി കുരിശിൽ തന്നെ തിരിച്ച് അവസാനിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല എന്ന് പറയുന്നത്. അപ്പോൾ ജപമാലയുടെ ആരംഭം എപ്പോഴും കുരിശിലാണ്. അതൊരു വലിയ സത്യത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം ആ കുരിശു മരണത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് അമ്മ നടത്തിയ ഒരു വലിയ സ്നേഹ കൂട്ടായ്മയാണ് ഈ ജപമാല എന്ന് പറയുന്നത്. ഈശോയുടെ കുരിശു മരണത്തിന് ശേഷം ചിതറിപ്പോയ അപ്പസ്തോലന്മാരെ അമ്മ ആ കുരിശോട് ചേർത്ത് ബന്ധിച്ചിട്ട് ആ അമ്മ ഇങ്ങനെ അവരെ 12 പേരെയും തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് അവരിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടായ്മയാണ് പിന്നീട് സഭയായിട്ട് വളരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സഭയിലാണ് ഇന്ന് വീണ്ടും ആ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീണ്ടും നമ്മൾ അതേ ജപമാല, അതേ അമ്മ പ്രാർത്ഥന നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എവിടെയെല്ലാം പരിശുദ്ധ അമ്മ പിന്നീട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, ലൂർദിലാകട്ടെ ഫാത്തിമയിലാകട്ടെ, അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നടന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ കാണും മാതാവ് ജപമാല കയ്യിൽ എന്തിക്കൊണ്ടാണ് വരിക. ജപമാല പ്രാർത്ഥിക്കാൻ പറയുകയാണ്. കുഞ്ഞുങ്ങളോടൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് എപ്പോഴും പറയുന്നത് ജപമാല പ്രാർത്ഥിക്കുക. ലൂർദിലെ അത്ഭുത കന്യക ആ കുഞ്ഞ് ബർണദീത്തായിക്ക് അവളോട് പറയുന്നത് ഇങ്ങനെ, നമുക്ക് ജപമാല ചൊല്ലാം. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജപമാല ചൊല്ലിയെന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ലൂർദിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ധ്യാനിക്കുന്നതാണല്ലോ. ബർണദീത്ത എന്ന് പറയുന്ന കൊച്ചു ഗ്രാമീണ ബാലിക, അവള് കണ്ട ഈ അത്ഭുത കന്യക, അതിസുന്ദരിയായ ഒരു കന്യക ഒരു പാറയിടുക്കിൽ നിൽക്കുന്നത് ഈ പെൺകുട്ടി കാണുക. ആ പെൺകുട്ടി ആ സുന്ദരിയായ സ്ത്രീയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ആ സുന്ദരിയായ സ്ത്രീ അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഇങ്ങനെ കയ്യിൽ ജപമാല പിടിച്ച് ചൊല്ലുന്നത് കണ്ടു. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു, അവളും ഈ അമ്മയോടൊപ്പം ജപമാല ചൊല്ലിയെന്നാണ് പറയുക. അങ്ങനെ അവിടെ ഒരു കൊച്ചു കൂട്ടായ്മ രൂപപ്പെട്ടു. പരിശുദ്ധ അമ്മയും ബർണദീത്തായും കൂടെ ചേർന്ന ഒരു ജപമാല, ഒരു കൊച്ചു കൂട്ടായ്മ. 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ കൂട്ടായ്മയിൽ. പ്രിയപ്പെട്ടവരെ, അമ്മ ആ കുഗ്രാമത്തിൽ ആരും കടന്നു മടിച്ചിരുന്ന ജനവാസമില്ലാത്ത ഒരു കുഗ്രാമത്തിൽ ഒരു പാറയിടുക്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ ഒരു കൊച്ചു കൂട്ടായ്മ ഉണ്ടാക്കി. ഒരു പെൺകുട്ടിയെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അതാണ് ലൂർദ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ കാണാം ആ കൊച്ചു കൂട്ടായ്മ ഇന്നങ്ങ് വളർന്നിട്ട് ലോകം മുഴുവനിലുമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ലൂർദിൽ ചെന്ന് അമ്മ തുടങ്ങി വെച്ച ആ കൂട്ടായ്മയുടെ ഭാഗവാക്കാവുകയാണ്. അതിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. എല്ലാ ദിവസവും അവിടെ വലിയൊരു ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ കരങ്ങൾ ജപമാല എന്തി ഇന്ന് ആ ലൂർദിൽ ബർണദീത്തായിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ലൂർദിൻ്റെ പാറയിടുക്കിന് ചുറ്റും നടന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അണിനിരന്ന് അവരിങ്ങനെ ജപമാല ചൊല്ലി കടന്നു പോവുകയാണ്. വലിയൊരു കൂട്ടായ്മ അമ്മ സഭയിൽ സൃഷ്ടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു ലക്ഷ്യമാണ് കൂട്ടായ്മയെ വളർത്തുക, കൂട്ടായ്മയെ രൂപപ്പെടുത്തുക എന്നുള്ളത്. അതിന് പരിശുദ്ധ അമ്മ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു മാർഗമാണ് ജപമാല എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഈ ജപമാലയുടെ കൂട്ടായ്മ രൂപപ്പെടുത്തിയാൽ അവിടെ വലിയ കൃപകൾ ഒഴുകും. ആ കൂട്ടായ്മയിൽ കൃപ ദൈവം വർഷിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അമ്മ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് കൂട്ടായ്മയിൽ ഇരുന്ന് ജപമാല ചൊല്ലുക, പ്രാർത്ഥിക്കുക എന്നത്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തനിച്ച് ജപമാല ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ അഭിഷേകമുണ്ട് നമ്മളൊരു കൂട്ടായ്മയിൽ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, കാരണം അത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്, സ്വർഗത്തിൻ്റെ ലക്ഷ്യമാണ്. ഈ ജപമാലയിലൂടെ കൂട്ടായ്മകൾ വളർന്ന് സഭ വളർത്തുക എന്നതാണ് ഈശോയുടെ സ്വർഗത്തിൻ്റെ ലക്ഷ്യം. ഞാൻ ഇന്ന് രാവിലെ ഒരു പുസ്തകം വായിച്ചു. പനക്കലച്ചൻ എഴുതിയൊരു പുസ്തകമാണ്. അതിൽ പനക്കലച്ചൻ അച്ഛൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അനുഭവം ഇങ്ങനെയാണ്. ഒരു പെൺകുട്ടി അവളുടെ വിവാഹമൊക്കെ ഇങ്ങനെ ഉറപ്പിച്ചിരുന്നൊരു സമയം, അവൾക്ക് വർഷങ്ങളായിട്ട് ഈ പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. ആ പ്രണയത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് അവർ വിവാഹം കഴിക്കാം, ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വിവാഹം വീട്ടുകാരോടൊക്കെ പറഞ്ഞു. അവർ 2 കൂട്ടർക്കും ഇഷ്ടമായി, നല്ല ബന്ധമാണ്, ഇവർ പരസ്പരം അറിയാൻ തുടങ്ങിയിട്ട് നാളുകളൊക്കെ ആയി. അങ്ങനെ വിവാഹമെല്ലാം ഉറപ്പിച്ചു. അങ്ങനെ മനസ്സമ്മതവും കഴിഞ്ഞു. മനസ്സമ്മതമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്
ഇവരുടെ ഈ ബന്ധത്തിലൊരു വീഴ്ചയുണ്ടായിരുന്നു. ആ വീഴ്ച ഇതാണ്: ഈ പെൺകുട്ടി വിവാഹത്തിന് മുമ്പേ ഈ പ്രണയത്തിലായിരിക്കുന്ന പയ്യനുമായിട്ട് അടുപ്പത്തിലായി. ഈ പെൺകുട്ടി ഗർഭിണിയായി. അപ്പോൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളാം എന്നൊക്കെ തന്നെ സമ്മതിച്ചിരുന്നു. പക്ഷേ അവൾ വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാണ്. അങ്ങനെ ഈ പെൺകുട്ടി ആയിരിക്കുന്ന സമയം ഇങ്ങനെ വിവാഹം ഉറപ്പിച്ചു. വിവാഹം നടക്കുമെന്ന് ഉറപ്പായി, വീട്ടുകാർക്കെല്ലാം താല്പര്യമായി. പക്ഷേ ഒരു ചതി പറ്റിയത് ഇതാണ്: ഈ പയ്യൻ ഈ മനസ്സമ്മതം കഴിഞ്ഞപ്പോൾ ഈ ഗർഭിണിയായി ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയി. അവൻ പറഞ്ഞു, എനിക്കിനി വേണ്ട ഈ പെൺകുട്ടി എന്ന് പറഞ്ഞവൻ പോയി. ഈ പെൺകുട്ടി ഭയങ്കര നിരാശയിലായി. അവൾക്ക് മുമ്പിൽ 2 ഉത്തരമേ ഉള്ളൂ: ഒന്നെങ്കിൽ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇത് രണ്ടിലേതെങ്കിലും ഒരു മാർഗ്ഗം ഇനി മുന്നോട്ടുള്ളൂ. ഈ പെൺകുട്ടി അങ്ങനെ ചതിക്കപ്പെട്ട ഈ പെൺകുട്ടി വലിയൊരു അവസ്ഥയിൽ, ജീവിതം ഇങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ആരോ പറഞ്ഞ് ഈ പെൺകുട്ടിയെ നമ്മുടെ ഡിവൈനിൽ ധ്യാനിക്കാനായിട്ട് കൊണ്ടുവന്നു. ഈ പെൺകുട്ടിയെ ധ്യാനിച്ചു. ഇവള് ഇങ്ങനെ ഈ വലിയൊരു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി പോംവഴി എന്ന ഘട്ടത്തിൽ ഇങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞു. ധ്യാനം അവളെ വല്ലാതെ സ്പർശിച്ചു. ആ സമയത്ത് ധ്യാനത്തിൻ്റെ അവസാനം ഈ പെൺകുട്ടി വന്ന് അച്ഛനെ കണ്ടു, പനക്കരച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, മകളെ, നിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായോ, സമാധാനമായോ, സന്തോഷമായോ കുഞ്ഞിന് എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ, ഞാൻ അബോർഷൻ ചെയ്യില്ല എന്നും ആത്മഹത്യ ചെയ്യില്ല എന്നും ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെയുള്ള ആ ഒരു വലിയ പ്രതിസന്ധി ഞാൻ കടന്നു. പക്ഷേ എൻ്റെ മുമ്പിൽ ഇന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ളൊരു പ്രശ്നം എൻ്റെ മുമ്പിലുണ്ട്. കാരണം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞുമായിട്ട് ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നുള്ളൊരു വലിയ പ്രതിസന്ധി എനിക്കുണ്ട്. ഈ പനക്കരച്ചൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, നീ ഒരു കാര്യം ചെയ്തു, നീ ജപമാല പ്രാർത്ഥിക്കുക. കാരണം നിന്നെപ്പോലെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരാളാണ് പരിശുദ്ധ അമ്മ. വിവാഹത്തിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി ഉദരത്തിലുള്ള കുഞ്ഞിനെ പ്രതി ഒരുപാട് വ്യാകുലപ്പെട്ട ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് നിന്നെ മനസ്സിലാക്കും. നിനക്ക് അമ്മയോട് ചേർന്നിരുന്ന് നിനക്ക് ആശ്വാസം കിട്ടും. നിന്നെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് പരിശുദ്ധ കന്യകാമറിയം. നിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് പരിശുദ്ധ കന്യാമറിയം. അതുകൊണ്ട് നിനക്ക് ഉറപ്പായിട്ടും അമ്മയോട് ചേർന്നിരുന്നാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു. അവൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ തുടരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾക്ക് ഭയങ്കര ആശ്വാസം കിട്ടാൻ തുടങ്ങി. അവൾക്ക് എന്തോ ഒരു ധൈര്യം കിട്ടാൻ തുടങ്ങി. അവൾക്ക് ജീവിക്കാനുള്ള ഒരു ധൈര്യം കിട്ടാൻ തുടങ്ങി. അവളിങ്ങനെ മാതാവിനോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവളുടെ വിഷമം മുഴുവൻ മാതാവിനോട് പറയും. മാതാവിന് മനസ്സിലാകുന്നുണ്ടെന്നാണ് അവൾ പറയുക. എന്നെ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളെ എനിക്ക് കിട്ടി, അത് പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ദിവസം അവൾക്കൊരു ദർശനം ഉണ്ടാവുകയാണ്. ആ ദർശനം ഇതാണ്: മാതാവ് ഇവളിങ്ങനെ മാറിയിരുന്ന് കൊന്ത ചെല്ലുന്നു. തൊട്ടപ്പുറത്ത് മാതാവ് ഇരുന്ന് കൊന്ത ചെല്ലുന്നു. മാതാവ് ഇരിക്കുന്ന സ്ഥലത്ത് കുറേ സ്ത്രീകൾ വന്നിരിപ്പുണ്ട്. അവർ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് കൂട്ടത്തിൽ കൊന്ത ചെല്ലുന്നു. ഇവള് മാറിയിരുന്ന് കൊന്ത ചെല്ലുന്നു. ഇവൾ ആ ഗ്രൂപ്പിലില്ല. ഇവളിങ്ങനെ മാറി നിൽക്കുകയാണ്. മാതാവ് ഇവളുടെ അടുത്തില്ല. മാതാവ് ആ ഗ്രൂപ്പിലാണ് ഇരിക്കുക. അപ്പോൾ ഇവയ്ക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. ഇവളിങ്ങനെ ആ ദർശനം പെട്ടെന്ന് മാഞ്ഞുപോയി. അവൾ ആ ദർശനവുമായിട്ട് മനസ്സിൽ വെച്ചങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഈശോ ഒരു ചിന്ത കൊടുത്തു. ആ ചിന്ത ഇതാണ്: മകളെ, നിന്നെ പോലെ തന്നെ ജീവിതത്തിൽ മുറിവേറ്റ അനേകം പെൺകുട്ടികളുണ്ട്. ജീവിതത്തിൽ ചതിവ് പറ്റിയ അനേകം പെൺമക്കളുണ്ട്. അവര് മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയാണത്. നീ അതിൽ നിന്ന് മാറി നിന്റെ ദുഃഖം മാത്രം ഓർത്ത്, നിന്റെ പ്രശ്നം മാത്രം ഓർത്ത്, നിന്റെ സങ്കടം മാത്രം ഓർത്ത്, നിനക്ക് പറ്റിയ ചതിയെ മാത്രം ഓർത്ത് സങ്കടപ്പെട്ട് ജപമാല ചൊല്ലുക. എന്നാൽ അവരൊക്കെ ആ കൂട്ടായ്മയിലിരുന്ന് ജപമാല ചൊല്ലുകയാണ്. നീ ഒരു കാര്യം ചെയ്യുക, നീയും എഴുന്നേറ്റ് ആ കൂട്ടായ്മയിലേക്ക് പോയി അവരോടൊപ്പം ഇരുന്ന് ജപമാല ചൊല്ലാൻ പറയുകയാണ്. നിന്നെപ്പോലെ സങ്കടപ്പെടുന്ന കുറേ പേരുണ്ട്, അവരോട് കൂടി ഇരുന്ന് നീ ജപമാല ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, അവള് ഈ അച്ഛനോട് പറഞ്ഞു. പിറ്റേന്ന് മുതൽ അവൾ ഈ സംഭവത്തിന് ശേഷം അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയാ? ദൈവമേ, ഇതുപോലെ എന്നെപ്പോലെ സമാന പ്രതിസന്ധിയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളുണ്ട്. അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പങ്കുവെച്ചിരിക്കുന്നത് പുസ്തകത്തിൽ ഇങ്ങനെയാണ്: അവൾക്ക് വലിയൊരു കൃപ, അവളുടെ ആ കൃപ വർദ്ധിച്ചു വന്നു. അവൾ വലിയ അഭിഷേകമുള്ളവളായിട്ട് മാറി. മാത്രമല്ല, അവൾ പിന്നീട് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി. ഇങ്ങനെയുള്ള പെൺകുട്ടി
പെൺകുട്ടികൾക്ക് അവരെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്ന, അവരെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ കൂട്ടായ്മയ്ക്ക് അവൾ കൊടുത്തു. അങ്ങനെ ആ കൂട്ടായ്മയിലൂടെ അനേകം പേർക്ക് ദൈവാനുഗ്രഹം മേടിക്കുവാൻ, ദൈവകൃപയിലേക്ക് തിരിച്ചു പോകാൻ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനൊക്കെ ഈ ജപമാല കൂട്ടായ്മ ഈ പെൺകുട്ടിക്ക് നിമിത്തമായി മാറി. അവൾ ഇന്ന് വലിയ കൃപയോടെ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആ കുഞ്ഞുമായിട്ട് ജീവിക്കുകയാണ് എന്ന് അച്ഛൻ ഇങ്ങനെ പങ്കുവെക്കുകയുണ്ടായി ആ പുസ്തകത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും വിളിക്കുന്നത് ഒരു കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കാനാണ്. നമ്മൾ തനിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ജപമാല പ്രാർത്ഥനയിൽ എപ്പോഴും ഓർത്തോക്കണം, നമ്മൾ തനിച്ചല്ല, നമ്മുടെ അടുത്ത് മാതാവുണ്ട്. മാതാവിനെ മാത്രം നിർത്തി നമ്മൾ കൊന്തയല്ലാതെ ആ അമ്മയോടൊപ്പം നമ്മളുടെ പ്രതിസന്ധികൾ ഏതാണോ ആ പ്രതിസന്ധികൾക്ക് സമാനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെയും കൂടെ ചേർത്തിരുത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ, ആ ജപമാലയിൽ വലിയ അഭിഷേകം ഉണ്ടാകുമെന്ന് ഈശോ നമുക്ക് ഉറപ്പ് തരികയാണ്, സഭ നമുക്ക് ഉറപ്പ് തരികയാണ്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥന ഈശോയിൻ നിന്നിൽ ദ്യൂവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങളെന്നിൽ ചൊരിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ഗത്സമനിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണും. ഈശോ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യരും അവരുടെ കൂടെ വന്നു. വലിയ വേദനയിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങളും ഇന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്നോടുകൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോ കൂട്ടായ്മ തേടുകയാണ്. തൻ്റെ പ്രാർത്ഥനയുടെ നേരത്ത് ഈശോ ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഈ കൂട്ടായ്മയിലിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു നീ 1 മണിക്കൂർ സമയം എന്നോട് കൂടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഗത്സമനിലെ പ്രാർത്ഥന ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന കൂടിയാണ്. ഈശോ തീവ്രവേദനയാൽ ഭാരപ്പെട്ടപ്പോൾ ഈശോ ഒരു കൂട്ടായ്മയുടെ സാന്നിധ്യം തേടുകയാണ്. കൂട്ടായ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ദാഹിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെങ്കിൽ നമ്മുടെ കൂട്ടായ്മകൾക്കെല്ലാം വലിയ അർത്ഥമുണ്ട്. പരിശുദ്ധ അമ്മ കൂട്ടായ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് ജപമാല തന്നത്. നമ്മുടെ ഓരോ കൂട്ടായ്മകളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ പോട്ട ആശ്രമത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകളെല്ലാം നമുക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും 365 ദിവസവും ഈ ആലയത്തിൽ നൂറുകണക്കിന് മക്കൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും അവർ ഈ കൂട്ടായ്മയോട് ചേർന്ന് വന്നിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു. അത് ഈശോയ്ക്ക് എത്രയോ സന്തോഷമുള്ള, ഈശോ എത്രയോ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. 1 മണിക്കൂറെങ്കിലും ഒന്ന് ഉണർന്നിരുന്ന് നമുക്ക് ഈ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നതിന് വലിയ അർത്ഥമുണ്ടെന്ന് നമുക്കൊന്ന് ഗ്രഹിക്കാം. കർത്താവേ, കുടുംബങ്ങളിലും ഇതുപോലെ ഈശോയെ തനിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഉണർന്ന് കൂട്ടായ്മയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുത്തണേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ആലയത്തിൽ പല കൂടാരങ്ങളിലിരുന്ന് നൂറുകണക്കിന് സഹോദരങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കൂട്ടായ്മ ശക്തിപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഇരുന്ന് അവർ ഈ സമയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ കൂടാരങ്ങളിലിരുന്ന്. എങ്കിലും ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്കിരുന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് ഈശോയെ ഈ ആലയത്തോട് ചേർന്ന് കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ലോകം മുഴുവനും വേണ്ടി, ഇവിടെ ഓരോ ദിവസവും നൽകപ്പെടുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ മറന്ന്, അവരുടെ പ്രശ്നങ്ങൾ മറന്ന് അവർ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരിലൂടെ എത്രയോ അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഈ ആലയത്തിൽ നീ ഈ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ ചൊരിഞ്ഞു. ദൈവമേ,
അതിനവരെ അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേ. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരി നിർമ്മലരായി ജീവിച്ചിടുക ചിന്തനമേ ദിവ്യവരങ്ങൾ യേശുവേ. ആശ്വാസമായി സൗഖ്യമായി നിറയണമേ. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. യേശുവേ സ്തുതി ആരാധന. പാവനാത്മാവേ